ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 40 വർഷങ്ങളായി സിനിമാ ഫീൽഡിൽ എല്ലാ രീതിയിലുള്ള ക്യാരക്ടറുകളും ചെയ്ത വ്യക്തിയാണ്. ജനങ്ങളുടെ മനസ്സെ കീഴടക്കിയ വ്യക്തി. ജനങ്ങളുടെ സ്നേഹം ഇദ്ദേഹത്തിന് വളരെയധികം ലഭിച്ചിട്ടുണ്ട്. പ്ലീസ് വെൽക്കം വൺ ആൻഡ് ഓൺലി നാനാ പാടേക്കർ. ഇരിക്കൂ സർ. ഇതിനുള്ളിൽ എത്രയോ ഫിലിം ആർട്ടിസ്റ്റുകൾ ആപ്കി അദാലത്തിൽ വന്നിട്ടുണ്ട്. ഒരാൾക്ക് വിജയിക്കട്ടെ എന്നുള്ള ആശംസകൾ അറിയിച്ചത് ഇതാണ്. സോ ആപ്കി അദാലത്തിന്റെ ഈ സ്പെഷ്യൽ ഷോയ്ക്ക് ജഡ്ജിയായിട്ട് നമ്മൾ ആരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് വെച്ചാൽ പ്രസിദ്ധ പത്രപ്രവർത്തകനായ അജയ് ഉപാധ്യായയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജി അജയ് ഉപാധ്യായോട് നമുക്ക് അതിനുള്ള അനുവാദം ആദ്യം ചോദിക്കാം. കോടതിയുടെ വിചാരണ ആരംഭിക്കട്ടെ. നാനാ പാടേക്കറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നാനാ പാടേക്കറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. നാനാ ഫിലിം ഇൻഡസ്ട്രിയിൽ പൊതുവെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആണെന്നാണ്. അതായത് തീർച്ചയായിട്ടും വെറുതെ ബഹളം വെക്കും, ഇഷ്ടത്തിന് വഴക്ക് പറയും, വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നമുക്ക് സ്ക്രീനിൽ ഉറപ്പായിട്ട് പൈസ കിട്ടുന്ന പരിപാടിയാണ്. ഇത് സത്യമാണ്. പക്ഷെ അത് ആ റോളിന് വേണ്ടിയാണ്. അല്ലാണ്ടും എനിക്ക് ദേഷ്യമൊക്കെ വരുന്നതാ. പക്ഷേ താങ്കളുടെ ഈ ദേഷ്യം കാരണം ചില ഡയറക്ടേഴ്സ് താങ്കളെ സിനിമയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടെന്ന് തീരുമാനിച്ചു. അതെ, സത്യമാണത്. വെനസ്ഡേയിലെ റോൾ അതുകൊണ്ടാണോ കിട്ടാതെ പോയത്? അതെ, നസീർ എനിക്ക് സത്യം പറഞ്ഞതായിരുന്നു. അത് നസീറിൻ്റെ റോൾ എനിക്ക് തരാമെന്നവർ പറഞ്ഞതായിരുന്നു. നസീറായിരുന്നു എൻ്റെ പേര് സജസ്റ്റ് ചെയ്തതും. പാണ്ഡെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇല്ല മോനെ, എനിക്ക് ഒരുപാട് അടി മേടിക്കേണ്ടി വരുന്നതുകൊണ്ട് എനിക്ക് അതിനുശേഷം ഞാൻ പാണ്ഡേനെ നേരെ കണ്ടിട്ട് ഇങ്ങനെയൊന്നും ചെയ്യല്ലെന്ന് പറഞ്ഞിരുന്നെന്നായിരുന്നു. അതായത് എനിക്ക് ഒരുപാട് ദേഷ്യം വരും ഞാൻ, പക്ഷേ പൊട്ടനൊന്നുമല്ല. ഞാൻ മറ്റൊരു കാര്യം കൂടി കേട്ടു. അതായത് ഒരു ഡയറക്ടർ ഹീറോയിൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് താങ്കളോടും കൈയും കാലും അനക്കാൻ പറഞ്ഞെന്ന്. പക്ഷേ താങ്കൾ ഒന്നും ചെയ്തില്ലെന്ന്. അവരവിടെ കൈയും കാലും ഇട്ട് ആട്ടുന്ന സമയത്ത് ഞാൻ അവരെന്നെ എന്തിനാ ശ്രദ്ധിക്കും? അതുകൊണ്ടാണ് റൈറ്റേഴ്സും താങ്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഡയലോഗ് എഴുതുന്നത്. താങ്കൾക്ക് ഓർമ്മ കാണുമെന്ന് തോന്നുന്നു. ആകെ മോത്ക തമാശ ദേഖനേക്കല്ലേ. പക്ഷേ ഈ പർട്ടിക്കുലർ സീൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും തന്നെ ശരീരത്തിന് വയ്യായിരുന്നു. ശരിക്കും പറയണേൽ ഞാൻ ഹോസ്പിറ്റലിലും ആയിരുന്നു ഒന്ന്. പിന്നെ മെഹൻ കുമാർ അന്നൊരു 3000 ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വരുത്തിയായിരുന്നു ആ സീനിന് വേണ്ടി. ഒരുപക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ അന്ന് ഇത്രയും പൈസ അവർക്ക് കൊടുക്കേണ്ടതോ ആയിരുന്നു തന്നെ. സോ മെഹൻ കുമാർ ആശുപത്രി വന്നിട്ട് ഞാനന്ന് വിളിച്ചു. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ ഒപ്പം അങ്ങനെ ഇറങ്ങിപ്പോയി. അന്ന് സീൻ പോലും എഴുതിയിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒറ്റ സമയത്ത് തന്നെ നിങ്ങൾ 5 ക്യാമറ അന്ന് വെക്കാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ക്യാമറ റണ്ണിങ്ങിൽ തന്നെ ഇരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. മാഗസീൻസും തയ്യാറായിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞായിരുന്നു. ഞാൻ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ലെന്ന്. ആ സീൻ അങ്ങനെയാണെന്ന് എടുത്തത്. അത് മുമ്പ് റിട്ടേൺ അല്ലായിരുന്നു. ഇത് വളരെ വലിയൊരു ഡയലോഗാണ്. അതായത് ആകെ മേരി മौत का तमाशा देखने अब मुझे लटका दोगे, जुबान ऐसे बाहर आएगी आंखें. ഈ ഡയലോഗ് ഓർമ്മയുണ്ട്? ഇല്ലില്ല, ഒട്ടും ഓർമ്മയില്ല. സത്യമായിട്ട് ഓർമ്മയില്ല. ചോദിക്കുന്നു. ഇത് സത്യം പറയാലോ, എനിക്ക് ഇപ്പോഴും ആ ഡയലോഗ് ഒട്ടും തന്നെ ഓർമ്മയില്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ഇതിൽ നോക്കിയിട്ട് 2-3 ഡയലോഗ് പറഞ്ഞാണ്. आ गए मेरे मौत का तमाशा देखने. अब मुझे लटका देंगे, जुबान ऐसे बाहर आएगी, आंखें बाहर आएगी,
और यहीं लटकता रहूँगा। फिर मेरा भाई मुझे नीचे उतारेगा, आप चर्चा करते हुए चले जाओगे, खाना खाओगे और फिर से सो जाओगे। तुम्हारी यही नामर्दान की बुज़दिली एक दिन इसी देश के मौत का तमाशा इसी खामोशी से देखे। कुछ नहीं कहना चाहता तुम्हें। ഇതിലും കൂടെയാണോ? നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ വജൂദ് സിനിമ കണ്ടിട്ടുണ്ടോ? വജൂദ് ഒരു സിനിമ, അതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു അടിപൊളി കവിത ഓർമ്മ എഴുതിയായിരുന്നു. അത് ജാവിദ് അക്തർ സാർ. പിന്നെ മാധുരിക്ക് വേണ്ടി മാധുരിയെ ഞാൻ വൺ സൈഡായിട്ട് പ്രേമിക്കുമായിരുന്നു. ഓബിയസ്ലി ആ സൈഡ് ഒരു ചാൻസും ഇല്ല, കാരണം ഈ മുഖം. ഞാൻ ആക്ടറും പിന്നെ അതിലൊരു ഡയറക്ടറും ആ നാടകത്തിൽ. പിന്നെ മാധുരി അവിടെ ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും. പിന്നെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിങ്ങനെ പറയും. മാധുരിക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതുവരെ അതങ്ങോട്ട് മറന്നിട്ടില്ല. कैसे बताऊं मैं तुम्हें मेरे लिए तुम कौन हो? कैसे बताऊं मैं तुम्हें? तुम धड़कनों का गीत हो, जीवन का तुम संगीत। तुम जिंदगी, तुम बंदगी, तुम रोशनी, तुम ताजगी, हर खुशी, प्यार हो, प्रीत हो, मनमीत हो। आंखों में तुम, यादों में तुम, नींदों में तुम, ख्वाबों में तुम हो मेरी हर बात में, तुम हो मेरे दिन रात में। तुम सुबह में, तुम शाम में, तुम सोच में, तुम काम में। मेरे लिए पाना भी तुम, मेरे लिए खोना भी तुम, मेरे लिए हंसना भी तुम, मेरे लिए रोना भी तुम, और जागना सोना भी तुम। जाऊं कहीं, देखूं कहीं, तुम हो वहां, तुम हो वहीं। कैसे बताऊं मैं तुम्हें? तुम बिन तो मैं कुछ भी नहीं। कैसे बताऊं मैं तुम्हें मेरे लिए तुम कौन हो? ये जो तुम्हारा रूप है, ये जिंदगी की धूप है। चंदन से तरशा है बदन, बहती है जिसमें एक अगन। ये शोखियाँ, ये मस्तियाँ तुमको हवाओं से मिली, जुल्फे घटाओं से मिली। होठों में कलियाँ खिल गई, आंखों को झीलें मिल गई। चेहरे में सिमटी चांदनी, आवाज़ में है रागिनी। शीशे के जैसा अंग है, फूलों के जैसा रंग है, नदियों के जैसी चाल है। क्या हुस्न है, क्या हाल है। ये जिस्म की रंगीनियां जैसे हजारों तितलियां। बाहों की ये गोलाइयां, आंचल में ये परछाइयां, ये नगरियां हैं ख्वाब की। कैसे बताऊं मैं तुम्हें हालत दिले बेताब की? कैसे बताऊं मैं तुम्हें मेरे लिए तुम कौन हो? कैसे बताओ मेरे लिए तुम धर्म हो, ईमान हो, तुम ही इबादत हो मेरी, तुम ही तो चाहत हो मेरी, तुम ही मेरा अरमान हो। तकता हूं मैं हर पल जिसे, तुम ही तो वो तस्वीर हो, तुम ही मेरी तकदीर हो, तुम ही सितारा हो मेरा, तुम ही नजारा हो मेरा। यूं ध्यान में मेरे हो तुम, जैसे मुझे घेरे हो तुम। पूरब में तुम, पश्चिम में तुम, उत्तर में तुम, दक्षिण में तुम, सारे मेरे जीवन में तुम। हर पल में तुम, हर छिन में तुम। मेरे लिए रास्ता भी तुम, मेरे लिए मंजिल भी तुम, मेरे लिए सागर भी तुम, मेरे लिए साहिल भी तुम। मैं देखता बस तुमको हूं, मैं सोचता बस तुमको हूं, मैं जानता बस तुमको हूं, मैं मानता बस तुमको हूं। तुम ही मेरी पहचान हो। कैसे बताऊं मैं तुम्हें? देवी हो तुम मेरे लिए भगवान हो। कैसे बताऊं मैं तुम्हें मेरे लिए तुम कौन हो? ഇതില് പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഇതിന്റെ ഈ ലയം ഉണ്ടല്ലോ, ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് നോക്കുവാണെങ്കിൽ എഴുതിയത് അതിന്റെ തലച്ചോറിൽ നിന്ന് പുറത്തു വരുന്നില്ല. അതിനൊരു ഋതമുണ്ട്. അതുകൊണ്ടാണോ വരാത്തത്, അതോ മാധുരി കാരണം? ഒരു ഭാഗത്തുണ്ട്. അതിലൊട്ടും ഡൗട്ട് തന്നെ വേണ്ട, അതങ്ങനെ തന്നെയാ.
പക്ഷെ മാധുരിക്ക് നല്ല കാര്യം തന്നെയാ. ഞാൻ അറിഞ്ഞത് പ്രകാശ രാജനീതി സെറ്റിൽ വെച്ച് താങ്കളോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിനെ എന്തൊക്കെയോ ചീത്ത വിളിച്ചെന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ കണ്ണീര് വന്നു. ഞാൻ പ്രകാശിനെ വഴക്ക് പറഞ്ഞെന്നോ? ന്യൂസ് പേപ്പറിലും അങ്ങനെ തന്നെയാ വന്നത്. ഞാൻ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ഒന്നും പഠിക്കത്തില്ല. അതുപോലെ മറ്റൊരു കാര്യവും വന്നിരുന്നു. അനുരാഗ് കശ്യപിനെ ഒരു സീനിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും അടിച്ചെന്നാണ് ഞങ്ങൾ കേട്ടത്. എന്നിട്ട് താങ്കൾ പറഞ്ഞെന്ന്, കണ്ടില്ലേ ഞാൻ എങ്ങനെയാ അടിച്ചത്, നീ എന്താ വലിയ ആളാണോ? ഇല്ല, ഇല്ല. ഇതുപോലെ അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതാ ജനങ്ങൾ എന്താണ് കരുതുന്നതെന്ന് വെച്ചാൽ നാനാ പടേക്കർ ഒരു റിയൽ ലൈഫ് വില്ലനാണ്, തലയിൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടി തലയിൽ നല്ലപോലെ അടിച്ചതിന് ശേഷം. സത്യത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അടിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ പിന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ കേട്ടു. അതായത് അവാർഡ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോയ സമയത്ത് താങ്കൾ യഥാർത്ഥമായിട്ട് കരഞ്ഞെന്നു. ഇല്ല, ഞാൻ എന്തിനാ കരയണ്ട? മറ്റൊരാൾ എന്റെ കോമ്പറ്റേറ്റർ, അദ്ദേഹത്തിന് അവാർഡ് കിട്ടില്ലെന്നാ കരഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ആ സമയത്ത്. പക്ഷേ പരിന്ത അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ചില കാര്യങ്ങൾ, ചില സിനിമകൾ ഇങ്ങനെ തന്നെയാ വരത്തുള്ളൂ. ഞങ്ങളൊന്നും ചെയ്യത്തില്ല, അടുത്തുള്ളവർ എന്തെങ്കിലും കാണിക്കുമ്പോൾ അതിനൊരു റിയാക്ഷൻസ് വരുമല്ലോ, അതങ്ങനെ ക്യാച്ചപ്പ് ആവുന്നതാണ് അതൊക്കെ. അങ്ങനെ തന്നെ 26/11 ഇത് തന്നെയാണ് സംഭവിച്ചത്. ഒരു ആക്ടറും എന്നെക്കൊണ്ട് മാത്രമാണ് ഈ ഫിലിം സക്സസ് ആയെന്ന് പറഞ്ഞാൽ അതൊരിക്കലും സത്യമല്ല. കാരണം അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. എൻ്റെ കോ ആർട്ടിസ്റ്റ് ഇരിപ്പുണ്ട്, എൻ്റെ റൈറ്റേഴ്സ് ഇരിപ്പുണ്ട്, എൻ്റെ ക്യാമറമാൻ ഇരിപ്പുണ്ട്, ഡയറക്ടർ ഇരിപ്പുണ്ട്. ഇതെല്ലാവരും കൂടെ ചേർന്നാലേ ഇത് സംഭവിക്കുള്ളൂ. എന്നാലേ ഇത് നല്ലതാവുള്ളൂ. ഇല്ലെങ്കിൽ ഞാനാണ് ചെയ്തതെന്ന് പറയാൻ കഴിയത്തില്ല. ഞാൻ കാമോഷി റോൾ ചെയ്യുമ്പോൾ സഞ്ജയ് ലീല ബൻഷാലി ആ റോൾ വളരെ മികച്ച രീതിക്ക് മുൻപ് തന്നെ എഴുതി വെച്ചിരുന്നു. അതിനുശേഷം നേരെ പോയത് അഭിനയിച്ചാൽ മാത്രം മതി. അത് വളരെ എളുപ്പമാണ്. പക്ഷെ അതിനുശേഷം 16 മാസം ഞങ്ങൾ അവിടെ ചെന്ന് ആ ഭാഷ പഠിച്ചെടുത്തു. അതെന്താന്ന് വെച്ചാൽ അതിലെൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ആ പയ്യൻ, അവൻ്റെ അച്ഛനമ്മ രണ്ടുപേരും ആക്ച്വലി ഡെഫൻഡ് അമ്മാണ്. ശരിക്കും ഒരു ഡെഫൻഡ് അം തന്നെയാണ്. അവരുടെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത് ആക്ച്വലി. ഈ പയ്യൻ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്താണോ തോന്നുന്നത് അതെന്നെ മനസ്സിലാക്കി തരും. അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് എനിക്ക് ആക്ച്വലി പിന്നെ അവിടെ അവര് ഇത് കണ്ടതിന് ശേഷം എന്തോരം വിഷമമാണെന്ന് വെച്ചാൽ അച്ഛൻ അമ്മ രണ്ടുപേരും ഊമയാണ്. പിന്നെ ഈ പയ്യൻ എല്ലാ ജനങ്ങളുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പരിന്ത സിനിമയിൽ ഞാൻ കേട്ടത് ഒരു കത്തിപ്പോന്ന സീനിൽ സത്യത്തിൽ താങ്കൾക്ക് ശരിക്കും പരിക്ക് പറ്റിയെന്നാണ് ഞാൻ കേട്ടത്. അത് സത്യം. ഫയർ ആക്സിഡന്റ് ആയിരുന്നു. പിന്നെ 1 year ഷൂട്ടിംഗ് നിന്നുപോയി. അങ്ങനെ ഞാൻ 60 days ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഒരു ഊഞ്ഞാലിൽ കത്തുന്ന പോലത്തെ സീനായിരുന്നു അത്. ഞാൻ അവിടെ ശരിക്കും കത്തിപ്പിടിച്ച ആളി കത്തുമായിരുന്നു. പിന്നീട് ജനങ്ങൾ അതും താങ്കളുടെ ആക്ടിംഗ് ആണെന്ന് കരുതി. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആക്ടിംഗ് ആണ്. പക്ഷേ ആ ഊഞ്ഞാലിന് ഈ ഭാഗത്തും തീയുണ്ട്, ആ ഭാഗത്തും തീയുണ്ട്. ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഊഞ്ഞാൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ തെന്നിപ്പോയി. അവിടെ ഒരുപാട് ഗ്ലാസ് പീസസ്, ഒരുപാട് ബോട്ടിൽസ് ഇട്ടുകൊണ്ട് ഗ്ലാസ് പീസസ് ഒക്കെ കിടന്നായിരുന്നു. പിന്നെ ആ ഭാഗത്തുനിന്ന് ജാക്കി അവിടെ സൗണ്ട് ഇട്ടുകൊണ്ടിരുന്നു. ഞാനോ നീ ഓക്കെ ആയിരുന്നോ? പിന്നെ ഞാൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പീൽ ഓഫ് ആയി താഴോട്ട് വീഴുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഐ മീൻസ് ലൈക്ക് ഐ എം നോട്ട് ഓക്കെ. അപ്പോൾ അവർ പെട്ടെന്ന് ഓടി വന്ന തീയൊക്കെ കാണിച്ചിട്ട് അവിടെ അടുത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു. ഇമീഡിയറ്റ്ലി അവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. കുറെ കാലം ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. 60 days. അപ്പോൾ ഈ സ്കിന്നൊന്നും ഒട്ടും തന്നെ ഇല്ല. എല്ലാം അങ്ങനെ താഴോട്ട് പോയി, ഗ്ലൗസ് ഊരിയിട്ട പോലെ. ഞാനാ ഇതിനു ശേഷം താങ്കൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താങ്കൾ ജനങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്ങനെ നോക്കിയാലും ഒരു സൈഡിൽ കത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ തന്നെയല്ലേ ഇത്. നാട്ടിലൊരു ഭാഗത്ത് നടന്നുകൊണ്ടല്ലേ ഇരിക്കുന്നത്. വേദന അങ്ങനെ തന്നെ ഉണ്ട്. സിനിമ മൂലം എന്തൊക്കെ പറയാൻ കഴിയുന്നോ അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നതൊക്കെ കണ്ടാൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. കഷ്ടമായിട്ടിരിപ്പുണ്ട്. ഞങ്ങൾ ശരിക്കും പറയണമെങ്കിൽ ഒരുപാട് ലക്കിയാണ്. ഞങ്ങൾക്ക് വരാനൊരു വഴിയെങ്കിലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എസ്കേപ്പ് ആവാനെങ്കിലും പറ്റും. പക്ഷെ പറ്റാത്തവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പക്ഷേ എനിക്ക് വരാനായിട്ട് വഴിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരിക്കും? നിങ്ങളുടെ അടുത്തൊരു സത്യം പറയട്ടെ, എനിക്ക് വട്ടായി പോയേനെ. ഞങ്ങളുടെ വേദനയൊക്കെ എങ്ങനെ ശരിയാക്കാൻ കഴിയും? നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറയൂ. സോ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് ഈ കാലത്തെ പിള്ളേരുടെ സഫക്കേഷനാണ്, അവരുടെ ജനറേഷനാണ്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചേ പറ്റൂ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതിനൊരു ഔട്ട്ലെറ്റ് ഇല്ല.
ഔട്ട്ലെറ്റ് നമുക്ക് വേണം. താങ്കൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ, റോൾസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഫീലിംഗ്സ് ഒക്കെ വേണം, അതെല്ലാം ജനങ്ങളെ കാണിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കാറുണ്ട്? ഞാൻ ഒരുപാട് ചേഞ്ച് ചെയ്യും, ഒരുപാട് ഞാൻ ഇൻ്റർഫിയർ ചെയ്യും. പക്ഷേ അതിൽ ഈ ഡയലോഗ്സ് ഞാനാ എഴുതുന്നതെന്ന് ഞാൻ ഒരിക്കലും പുറത്ത് പറയാറില്ല. അല്ല, ഇത് എൻ്റേതാന്ന് ഞാൻ പറയത്തില്ല. ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ട, അത് അവർക്ക് തന്നെ പോട്ടെ. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എഴുതുകയും ചെയ്യും ഞാൻ. അതുകൊണ്ട് ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നും. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞേക്കും. പക്ഷേ എനിക്കും ഈ സ്ഥലത്ത് ഇത് പറയാൻ കുറച്ച് പാടായിട്ട് തന്നെയാണുള്ളത്. സത്യം പറയണേൽ വളരെ വിഷമമാണ്. മനസ്സിലാവുന്നുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഞാനൊരച്ഛനായതുകൊണ്ട് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, എൻ്റെ മകൻ എന്നെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഇട്ടേച്ചു പോയാൽ, അതായത് ഞാൻ മാത്രമല്ല, എല്ലാ അച്ഛനും ചിന്തിക്കുന്നതാണ്. ഇതിനായിട്ടുള്ളൊരവസാനം എനിക്കിവിടെ വന്നത് നല്ലതിനാണെന്ന് തോന്നുന്നു. ഞാൻ വല്ലാണ്ട് ടയേർഡായിപ്പോയി. ഞാൻ ഇങ്ങോട്ട് വരണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ വന്നത് നന്നായിപ്പോയി രാജൻ. ഞാൻ ഹാപ്പിയാണ്. ഈ പ്രോഗ്രാം മൂലം ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ജനങ്ങൾക്ക് അറിയിക്കാൻ പറ്റും. എനിക്ക് ചാൻസ് തന്നതിന് നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഞാൻ തോറ്റുപോയെന്ന് ഒരിക്കലും പറയത്തില്ല. എനിക്കറിഞ്ഞ് ഇതിൽ നിന്ന് തന്നെ പിള്ളേർ ഒരുപാട് വരാൻ കഴിയും. ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിരിക്കും. പിന്നെ ഈ കാര്യം തന്നെ അവരെടുത്തോണ്ട് ഓടും. ഇതൊരു റിലേ പോലെ തന്നെയാണ്. നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം പുറത്തേക്ക് വന്നു, ഒന്നുകിൽ ലീഡർഷിപ്പിനോടൊപ്പം അല്ലെങ്കിൽ അതില്ലാതെ. അവരെല്ലാവരും ചേർന്ന് വന്ദേമാതരം പാട്ടുപാടി ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ് സർക്കാരിനെ പോലും തലകുനിയിപ്പിച്ചു. ഉറപ്പായിട്ട് അവർ ചെയ്യും. എങ്ങനെ നോക്കുവാണെങ്കിൽ യുവാക്കളല്ലേ നമ്മുടെയൊക്കെ ബലം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നമ്മൾ വെറും ആശീർവാദം കൊടുക്കാനല്ലേ ഇരിക്കുള്ളൂ. വേറെ എന്താണ്? അതായത് ഞാൻ ഇവരുടെ ഒപ്പം അങ്ങോട്ട് കുറച്ച് ദിവസത്തെ അങ്ങോട്ട് കാണാണ്ട് പോവാ. ഞാൻ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മുടെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. अंदर का इंसान मर चुका है, जीने के लिए घिनौने समझौते कर चुका है. क्या करे साला, एक मच्छर आदमी को हिजड़ा बना देता है. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരോടാണെന്ന് വെച്ചാൽ ഫേമസ് ഫിലിം സ്റ്റാറായ നാനാ പാടേക്കറിനോടാണ്. അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നാനാ പാടേക്കറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്നുള്ളതാണ്. നാനാ, താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുന്നു, 13ാമത്തെ വയസ്സിൽ ഞാൻ സ്കൂളിലേക്ക് പോയ ആ സമയത്ത് താങ്കളുടെ മനസ്സിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വന്നെന്ന്. അതായത് ആരെങ്കിലും എന്നോട് സംസാരിക്കുമെന്ന്. ഇത് 59 സംഭവിച്ച കാര്യമാണ്. ഞാനപ്പോൾ 7th ക്ലാസ് പഠിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ചെറിയമ്മ ടീച്ചറായിരുന്നു അന്ന്. സോ എൻ്റെ അമ്മ എന്നെ തിരുത്താനായിട്ട് ഗ്രാമത്തിൽ നിന്ന് അയച്ചത് എൻ്റെ ചെറിയമ്മയുടെ അടുത്ത്. അടുത്ത വർഷം തന്നെ അവരെന്നെ തിരിച്ചയച്ചു. അവരുടെ മോനെങ്ങാനും ചീത്തയായി പോകുമെന്നോർത്ത്. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നും എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് ശരിക്കും സംസാരിക്കാൻ പറ്റത്തില്ല. ഇന്നും എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല. ശരിക്കും എന്നെക്കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം അതിന് ഒരാവശ്യം എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. JJ സ്കൂൾ ഓഫ് ആർട്സിന് പോയപ്പോൾ അവിടെ ലാംഗ്വേജിൻ്റെ ആവശ്യം വന്നില്ല. ബ്രഷുണ്ട്, പേപ്പറുണ്ട്, പെയിൻ്റുണ്ട്. അപ്പം എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഈ മുഖം കാണാൻ എൻ്റെ മറ്റുള്ള ബ്രദേഴ്സൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ എൻ്റെ മുഖം മാത്രം. അപ്പം എന്തെനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛനും അമ്മയും അധികം സ്നേഹം അവർക്ക് കാണിച്ചിട്ട് എനിക്ക് കുറച്ചാണ് തന്നതെന്ന്. ഒരു പ്രാവശ്യം ഞാൻ ഗ്രാമത്തിലുള്ള സമയത്ത് ഞാനൊരു നാടകത്തിൽ അഭിനയിച്ചു. അന്ന് ആ നാടകം കാണാനായിട്ട് എൻ്റെ അച്ഛൻ ഗ്രാമത്തിൽ നിന്ന് മുംബൈയിലോട്ട് വന്നിരുന്നു. അന്ന് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, അച്ഛൻ്റെ ശ്രദ്ധ മാറ്റാനായിട്ട് ഇതെനിക്ക് ഒരു നല്ല ചാൻസ് ആയിരുന്നു എന്ന്. അങ്ങനെയാണ് ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയത്. പക്ഷെ അന്ന് ഞാൻ എന്നെ അങ്ങോട്ട് ഒരുപാട് കുറച്ചായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നെക്കൊണ്ട് അത്ര പറ്റില്ലെന്ന്. എനിക്കെന്തോ ഒരു കുറവുള്ള പോലത്തെ ഒരു ഫീലായിരുന്നു. പക്ഷേ തിയേറ്റർ ആരംഭിച്ചതിന് ശേഷം ഞാൻ അപ്പോഴാണ് മനസ്സിലായത്, ഞാൻ അവിടെയുണ്ട്, അവരിതാ ഇവിടെ തന്നെ ഇരിക്കുന്നത്. സോ ഇത് എനിക്ക് വളരെ അഭിമാനമായിരുന്നു. അവരെന്നെ കാണാൻ വന്നതെന്ന് എനിക്ക് വളരെ അഭിമാനമായിരുന്നു. പിന്നെ പതിയെ സെൽഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നെ വിട്ടുപോയി. പിന്നെ അതിനുശേഷം അത് താങ്കൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം, കുറച്ച് ഗർവം, അത് ഉറപ്പായിട്ട് എനിക്ക് കിട്ടിയെന്നേ. 13ാമത്തെ വയസ്സിൽ താങ്കൾ സിനിമയുടെ പോസ്റ്ററൊക്കെ പെയിന്റ് ചെയ്യാൻ തുടങ്ങി. അതെ, ഞാൻ പെയിന്റ് ചെയ്യും. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഒരുപാട് അങ്ങ് ലോസ് ആയിപ്പോയി അന്ന്. പിന്നെ ഞാൻ 13 വയസ്സിൽ തന്നെ പണിക്ക് പോയി സിനിമയുടെ പോസ്റ്റേഴ്സ്
അന്ന് ഞാൻ 8 കിലോമീറ്റർ നടന്നു പോയിട്ട് 8 കിലോമീറ്റർ നടന്നു വരണം. 16 കിലോമീറ്റർ മൊത്തം. 35 രൂപ ശമ്പളവും ഒരു നേരത്തെ ഭക്ഷണവുമായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അന്നത്തെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചതുപോലെ വേറെ ഒന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആ സമയം എനിക്ക് പഠിപ്പിച്ചു തന്നത്. എവിടെ ഇതൊക്കെ പഠിക്കാൻ പറ്റും? എന്ത് സ്കൂളാണുള്ളത്? താങ്കളുടെ മുഖം കണ്ടതിന് ശേഷവും താങ്കൾക്ക് എങ്ങനെ സിനിമയിലേക്ക് വരണമെന്ന് തോന്നി, അതും ഹീറോ ആയിട്ട്? ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. സ്മിത പട്ടേൽ കാരണമാണ് ഞാൻ സിനിമയിലോട്ട് വന്നത് തന്നെ. എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടെന്നാ ഞാൻ വേണ്ട, എനിക്ക് തിയേറ്ററാണ് കംഫർട്ട് എന്ന് പറഞ്ഞ്. പക്ഷേ സിനിമയിലുള്ള ഹീറോസിന്റെ ഇമേജ് എങ്ങനെ ഉണ്ടായിരിക്കുന്നു വെച്ചാൽ സൽമാൻ ഖാൻ, ഋത്തിക് റോഷൻ, അതുപോലെ നല്ല ശരീരമുള്ളവർ, കാണാൻ നല്ല സുന്ദരന്മാരായിട്ടുള്ള, അങ്ങനെയല്ലേ പൊതുവെ കരുതാറ്. നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് 1-2 മിനിറ്റ് മാത്രമാണ്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം മാത്രമാണ്. സർ, എൻ്റെ ചോദ്യം, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൽ ജീവിക്കണം. ഗമൻ തൊട്ട് 2611 വരെ താങ്കളുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? നിങ്ങൾ എന്തൊക്കെ ക്യാരക്ടർ ചെയ്തോ, ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത്? അല്ല, ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേറ്റ പോലെയാണ് ഞാൻ മാറുന്നുള്ളതാണ്. അതാണ് സത്യം. കാരണം എനിക്ക് വരുന്ന ഓരോ ചേഞ്ചസും എൻ്റെ ചിന്തയിൽ വരുന്ന ഓരോ ചേഞ്ചസുമാണ്. കാരണം രാവിലത്തെ പേപ്പർ, ആ പേപ്പറിൽ വരുന്ന ഓരോ ന്യൂസ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേദനയും അതിൻ്റെ ഓരോ സഫക്കേഷനും, ദേഷ്യം വരും. പിന്നെ അത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത് ഈ വഴി തന്നെ പോവും, ഇതിങ്ങനെ തന്നെ പോകത്തുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നു. പക്ഷേ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാറ്റം, പരിന്ത ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വന്നില്ല, അതൊരിക്കലും വരത്തുമില്ല. പക്ഷേ ഉറപ്പായിട്ടും പറയണേ, എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ക്രാന്തിവീർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. 93യുടെ കമ്മ്യൂണൽ വേവ്സ് അത് ബേസ് ചെയ്തായിരുന്നു അത്. സോ അത് പാസ് ചെയ്യുന്ന സമയത്ത് മനസ്സളവിൽ ഒരുപാട് വിഷമങ്ങളും ഉണ്ടായി വരും. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ആ കഷ്ടപ്പാടുള്ള ഓരോ ചിന്തനയിലും ഒരുപാട് മാറ്റങ്ങളും വരും. ഇത് നടക്കുന്ന സമയത്ത് അത് തന്നെയാണ് പരിന്ത ചെയ്യുമ്പോൾ നമുക്ക് ഏർപ്പെട്ട മാറ്റവും. 2611 ഒരു മാറ്റമാണ്, ക്രാന്തിവീർ ഒരു മാറ്റമാണ്. ഇത് സത്യമാണോ? അതായത് മറ്റുള്ളവർ എഴുതുന്ന ഡയലോഗ്സ് ഒക്കെ മാറ്റി താങ്കൾ സ്വന്തമായിട്ട് ഡയലോഗുകൾ, അതായത് ഈ കൊതുകടിക്കുന്ന ഡയലോഗുകളെല്ലാം? साला एक मच्छर आदमी को हीड़ा बना देता है। क्या करे साला, एक मच्छर आदमी को हीड़ा बना देता है। सुबह घर से निकलो, भीड़ का हिस्सा बनो, शाम को घर जाओ, दारू पियो, बच्चे पैदा करो, सुबह तलक फिर एक बार मर जाओ, क्योंकि अंदर का इंसान मर चुका है, जीने के लिए घिनौने समझौते कर चुका है। क्या करे साला, एक मच्छर आदमी को हिजड़ा बना देता है। അൺഫോർച്ചുനേറ്റ്ലി ഈ 2 ലൈന് ജനങ്ങൾ നല്ലപോലെ മനസ്സിൽ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് ഇരുത്തി കളഞ്ഞു. അതിനുശേഷം ആ 2 ലൈനും വളരെ നന്നായിട്ട് തന്നെ എഴുതിയിരുന്നു. അത് സബീർ ആയിരുന്നു എഴുതിയിരുന്നത്. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ എഴുതി. അതിൽ താങ്കൾ ആത്മാവ്, മനുഷ്യൻ ഇതെല്ലാം മരിച്ചു പോയിരുന്നു. अंदर का इंसान मर चुका है, जीने के लिए घिनौने समझौते कर चुका है। क्या करे साला, एक मच्छर आदमी। വളരെ നന്നായിട്ട് അദ്ദേഹം എഴുതി. നാന, നമുക്ക് മറ്റൊരു ബ്രേക്ക് എടുക്കാം. തീർച്ചയായിട്ടും എടുത്തോളൂ. ബ്രേക്കിന് ശേഷം നാനയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരം എന്ത് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. നാന, താങ്കൾക്ക് ആരോടും വലിയ അട്രാക്ഷൻ ഉണ്ടായില്ലേ? എല്ലാവർക്കും അട്രാക്റ്റ് ആയി, അതിനുവേണ്ടിയാണല്ലോ പോസ്റ്റർ അടിച്ചത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ നാനാ പാടേക്കർ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നാനാ പാടേക്കറിന് മേലുള്ള അടുത്ത കുറ്റാരോപണം, ഇദ്ദേഹം വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നാന, ഇത് സത്യമാണോ? ചില സമയങ്ങളിൽ താങ്കൾ ഫിലിം സെറ്റുകളിൽ ചുമരിനോടൊക്കെ സംസാരിക്കുന്നു. അതായത് റിഹേഴ്സലിന് ആക്ടർ വന്നില്ലെങ്കിൽ ചുമര് കണ്ടല്ലേ നമ്മൾ സംസാരിക്കേണ്ട, അവരായിട്ട് അസ്യൂം ചെയ്തൊക്കെ. എന്റെ ശീലമാണത്. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒരു ഫാൻ കാണുകയാണെങ്കിൽ അതിനോട് പോലും സംസാരിക്കുന്നു. ഞാനൊരു ആക്ടറാണ്, എനിക്ക് ഫാൻസ് ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെ? മറ്റൊരു കാര്യം കൂടി കേട്ടു, തിരങ്കയിൽ താങ്കളെയും രാജ്കുമാർ സാറിനെയും ഒന്നിച്ച് കാസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ 2 പേരെയും കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ജനങ്ങൾ മെഹൽ കുമാറിനോട് ചോദിച്ചു, താങ്കൾക്ക് എന്താ ഭ്രാന്താണോ 2 ഭ്രാന്തന്മാരെ ഒന്നിച്ചിട്ടിരിക്കുന്നത്? അതായത് പടം പെട്ടെന്ന് തീർക്കാൻ പറ്റില്ലെന്ന് അങ്ങനെ അവർ പറഞ്ഞു കാണും. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, രാജ് സാർ ഉണ്ടല്ലോ, രാജ് സാർ എന്തോ ഒരു നല്ല മനുഷ്യനാന്ന് വെച്ചാൽ, അതായത് അദ്ദേഹത്തിനെ കുറിച്ച് ജനങ്ങളൊക്കെ വേറെ വിധത്തിലായിരിക്കും പറയുന്നത്. പക്ഷെ അദ്ദേഹം എത്ര നല്ല മനുഷ്യനെന്ന് വെച്ചാൽ അത്ര അടിപൊളി മനുഷ്യനാണ്.
ഇത് കേട്ടാൽ നിങ്ങൾ വളരെ ആശ്ചര്യപ്പെട്ടു. വീട്ടിൽ നിന്നൊരു സ്വീറ്റ് ബോക്സ് ഒക്കെ എടുത്തോണ്ട് വരുന്നത്, പഴയ ചോറ്റുപാത്രമൊക്കെ എടുത്തോണ്ട് പോകില്ലേ? നാനാ ഇങ്ങോട്ട് വാ. അവിടെ ഇരുത്തിയിട്ട് കുഞ്ഞു പിള്ളേർക്ക് എങ്ങനെ കൊടുക്കുമോ അതുപോലെ എടുത്തു കൊടുത്തോണ്ടിരിക്കും. അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരു മനുഷ്യനാണ്. പുറത്ത് വേറെ രീതിക്കും അകത്ത് വേറെ രീതിക്കും ഉള്ളൊരു വ്യത്യസ്തമായ മനുഷ്യനാണ് അദ്ദേഹം. വെരി നൈസ് ഹ്യൂമൻ ബീങ്. അതുപോലെ ഒരു സമയത്ത് താങ്കൾ ഡാൻസും ചെയ്തിരുന്നു, വളരെ വിചിത്രമായ ഡാൻസ്. അതായത് ഞങ്ങൾക്കൊരു ഡാൻസ് ഡയറക്ടർ ഉണ്ടാവും. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നാനാജി നിങ്ങളിതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യണം. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതാ നോക്കിയേ, നിങ്ങൾ പാട്ടിട്, ഞാൻ കളിക്കാം. ഒരു ടേക്കിൽ എന്തോരം എടുക്കാൻ പറ്റുമോ എടുത്തോ, കാരണം നെക്സ്റ്റ് ടൈം ആ സ്റ്റെപ്പ് എനിക്ക് കിട്ടത്തില്ല. ഞാൻ എന്താ കാണിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേട്ടത് താങ്കളുടെ മകൻ വളരെ നല്ലൊരു ഡാൻസർ. വളരെ നന്നായിട്ട് കളിക്കും മൽഹാർ, വളരെ നന്നായിട്ട് ഡാൻസ് കളിക്കും അവൻ. സൂപ്പർ ഡാൻസറാ. എന്തെങ്കിലും മകന്റെ അടുത്ത് വല്ല സ്റ്റെപ്പുകളും പഠിച്ചിരുന്നോ? അവൻ വളരെ വെയിറ്റായ ഒരു പയ്യൻ. ആ വെയിറ്റായ പയ്യൻ എൻ്റെ കാലി വീണ എന്താവുന്നൊന്ന് ആലോചിച്ച് നോക്കെ. അവനിപ്പം നല്ലപോലെ വെയിറ്റുമായി. അവൻ വളരെ നല്ല പയ്യനാണ്. ഫ്യൂച്ചറിൽ അവൻ ഒരുപാട് ഫിലിംസ് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കാം. വളരെ സന്തോഷമായിട്ടിരിക്കട്ടെ. താങ്കൾ അദ്ദേഹത്തിനോട് ഫിലിമിനെ കുറിച്ച് വല്ല ഡിസ്കസ് ചെയ്യും? ഒരുപാട്. ഫിലിംസിൽ അവനൊരു എൻസൈക്ലോപീഡിയ ആണ്. ആരുടെ ഒപ്പമൊക്കെ എന്താ ചെയ്തെന്നുള്ള കാര്യം അവന് കാണാപ്പാടം തന്നെയാണ്. വളരെ നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവന് അഡ്വൈസ് കൊടുക്കുന്നതിന് പകരം നീ സ്വയമായിട്ട് ചെയ്യാൻ ആരംഭിക്കുക. ജനങ്ങളുടെ നിന്റെ പണിക്കേറ്റ പോലെ സംസാരിക്കാൻ വയ്ക്കുക. അതായത് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഇത് കറക്റ്റാണ് ഇത് തെറ്റാണെന്ന് പറയിപ്പിക്കുന്നതൊക്കെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മൾ തന്നെ ചെയ്താലേ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയത്തുള്ളൂ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കൂ. സർ, എന്റെ പേര് അന്വേഷ. ഞാൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ ഒരുപാട് മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സുന്ദരികളായ ആക്ട്രസിന്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് ആരോടും അട്രാക്ഷൻ തോന്നിയില്ലേ? അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയൂ. എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെയില്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് അവരെന്താ ചോദിക്കുന്നത് വെച്ചാൽ, താങ്കൾക്ക് ഒരു ഹീറോയിനോട് ഒരു അട്രാക്ഷനും തോന്നിയില്ലയോ? ഞാൻ എല്ലാവരിലും അട്രാക്ട് ആയതാണ്, അതുകൊണ്ടാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. പറയൂ സർ. ആരോടെങ്കിലും കുറച്ച് കൂടുതൽ അട്രാക്ഷൻ തോന്നിയിരുന്നു? അല്ലല്ല, എല്ലാവരുടെ ഒപ്പം അധികം തന്നെ ആയത്. കുറച്ചൊന്നുമല്ല. ഇപ്പോൾ നമുക്ക് മറ്റൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നാനാ പാടേക്കറിനോടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളിത് മേടിച്ചോളൂ, കാരണം ഇത് വളരെ ഭംഗിയുള്ളതും വളരെ ചീപ്പായതുമാണ്. 5000 രൂപയുള്ളൂ. ഇതിലും കുറച്ച് ആരെങ്കിലും തരുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒരു പൊട്ടനെന്നും വിളിച്ച് വേണമെങ്കിൽ കള്ളനെന്നും പറഞ്ഞ് ചെരുപ്പും കൊണ്ടടിക്കാവുന്നതാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാനാ പാടേക്കറിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നാനാ പാടേക്കറിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം പൊളിറ്റിക്സിൽ തലയിടുന്നു എന്നുള്ളതാണ്. ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, ബാലേ സാഹബ് താക്കറെയോടൊപ്പം താങ്കൾക്ക് സൗഹൃദം ഉണ്ടായിരുന്നു. ശിവസേന താങ്കൾക്ക് ടിക്കറ്റ് ഓഫർ ചെയ്തിരുന്നു. സുഹൃത്തെന്ന് വെച്ചാൽ അദ്ദേഹം അച്ഛനെ പോലത്തെ ഒരാളാണ്. പക്ഷേ പോളിറ്റിക്സിനും എനിക്കും ഏതൊരു സംബന്ധവും ഇല്ല. ടിക്കറ്റ് തന്നില്ല കേട്ടോ. ഇല്ല, അദ്ദേഹം ഓഫർ ചെയ്തിരുന്നില്ല. താങ്കൾ അത് സ്വീകരിച്ചില്ലേ? ഇല്ല. പിന്നെ ന്യൂസ് പേപ്പറിൽ വന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ രാജ് താക്കറയോടും ഉദ്ധവ് താക്കറയോടും ഒന്നിച്ച് ജോലി ചെയ്യണമെന്ന് പറഞ്ഞെന്ന് കേട്ടു. അതെ, ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ തനിച്ച് ചെയ്യല്ലേ, ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെ വല്ലതും പറഞ്ഞിരുന്നോ? ജ്യേഷ്ഠനോടൊപ്പം പോയി ജോലി ചെയ്യുക, പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഞാൻ? ഇല്ല, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയാ. പിന്നെ അണ്ണാ ഹസാരെ തിഹാർ ജയിലിലുള്ള സമയത്ത് താങ്കൾ അദ്ദേഹത്തെ കാണാൻ പോയി. അതെ, ഞാൻ തീർച്ചയായിട്ടും പോയതാ. അണ്ണാ ഹസാരയുടെ പ്രക്ഷോഭത്തിൽ താങ്കൾ പങ്കെടുത്തിരുന്നു? ഉറപ്പായിട്ടില്ല. പിന്നെന്തിനാ കാണാൻ വേണ്ടി പോയത്? വെറുതെ കാണാൻ പോയതാണ്. നിങ്ങൾ ടെൻഷൻ ആവണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ വയ്യല്ലോ നിങ്ങൾക്കാണെങ്കിൽ. അതെ, ആ സമയത്ത് അദ്ദേഹത്തിന് ശരിക്കും വയ്യാണ്ടായിരുന്നു. അപ്പോൾ ടെൻഷൻ ആവാണ്ടിരുന്നാൽ കുറച്ചുകൂടെ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അവരെ പോലത്തെ ആൾക്കാർ ഒരുപാട് വേണം. ഒരുപാട് ചോദ്യങ്ങൾ വരും ഈ സൊസൈറ്റിക്ക്. അവരെ പോലത്തെ ആൾക്കാർ വേണം. ഒരുപക്ഷെ അവരെ പോലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് നമുക്ക് നല്ലതിനല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണോ ജനങ്ങൾ ഇങ്ങനെ കരുതുന്നത്, അതായത് നാനാ പാടേക്കർ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ വരുമെന്ന്? ശരത് പവാർ അദ്ദേഹത്തിന് എന്നെ വളരെ നന്നായിട്ടറിയാം. സോണിയ അവരുടെ അടുത്ത് പോലും എനിക്ക് നല്ല ഒരു സുഹൃത്ത് ബന്ധമുണ്ട്. നിങ്ങൾ ആരുടെ പേര് പറഞ്ഞാലും ശരി, അവരുടെ എല്ലാവരുടെ ഒപ്പം എൻ്റെ അടുത്തൊരു നല്ലൊരു സുഹൃത്ത് ബന്ധം തന്നെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരുടെ അടുത്തും പോയി എനിക്കൊരു സഹായം പോലും ചോദിച്ചിട്ടില്ല.
നമ്മൾ എന്നേലും പോയി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ബന്ധം അങ്ങോട്ട് അവസാനിച്ചേക്ക് വന്ന്. സർ, താങ്കൾ പറഞ്ഞു ഹിന്ദു മുസ്ലിം തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവാൻ പാടില്ല എന്ന്. നോർത്ത് ഇന്ത്യൻ ചെക്കന്മാരെ മഹാരാഷ്ട്രയിൽ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. താങ്കൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചില്ല? താങ്കൾ എപ്പോഴും മഹാരാഷ്ട്ര ചെക്കന്മാരുടെ ഭാഗത്താണുള്ളത്. എപ്പോഴും അതിനുവേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരുപാട് പറയണമെങ്കിൽ ഞാൻ അങ്ങനെ തനിച്ച് സെൽഫിഷ് ആയിട്ട് നോക്കത്തില്ല. ഞാൻ മഹാരാഷ്ട്രീയൻ, ഡൽഹി, അല്ലാണ്ട് ബീഹാറിയൻ ഇങ്ങനെയൊന്നും ഞാൻ നോക്കത്തില്ല ഒരിക്കലും. എല്ലാ സ്ഥലത്തു നിന്നുമാണ് എനിക്ക് പൈസ വരുന്നത്. ഞാൻ തനിച്ച് നോക്കത്തില്ല, കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. സർ, താങ്കൾ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് പേപ്പർ വായിക്കില്ലെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ താങ്കൾ ന്യൂസ് പേപ്പർ പഠിക്കില്ലെന്ന് ഒരു പ്രാവശ്യം. ആദ്യം താങ്കൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കൂ. ഞാനൊന്നും ഇതൊരിക്കലും സമ്മതിക്കത്തൊന്നുമില്ല. എനിക്ക് എവിടെയൊക്കെ പോയി ഭക്ഷണം ഉണ്ടാക്കാനുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ടോ അതുപോലെ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ബീഹാറിൽ നിന്നും വരുന്നുണ്ടല്ലോ പൈസ. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാലും അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഞാൻ ഫോളോ ചെയ്യും. ഞാൻ ബീഹാറിലോട്ട് പോയാലും ശരി, അല്ലെങ്കിൽ കർണാടകയ്ക്ക് പോയാലും ശരി, നിന്ന എസറേനു, ഞാൻ അവരുടെ ഭാഷ സംസാരിക്കും. അവിടെയുള്ള ഭാഷകൾ പഠിക്കാൻ ഞാൻ ശ്രമിക്കും. ഞാൻ പഞ്ചാബിലോട്ട് പോയാൽ ഞാൻ പഞ്ചാബിയായിട്ടേ സംസാരിക്കത്തുള്ളൂ അവിടെ. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ പോയാലും ഇത് നമുക്കുള്ളിൽ ഒരു കട്ടായമുള്ളൊരു കാര്യമല്ല. പക്ഷെ അവിടുത്തെ ഭാഷ പഠിച്ചെടുക്കുവാണെങ്കിൽ അവിടെ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, വളരെ എളുപ്പമായിരിക്കും അത്. എനിക്കറിയാം നമ്മുടെ രജിത് സാറ് മറാഠി അല്ലെന്ന്. കുറച്ചെങ്കിലും അദ്ദേഹം നാനാ മറാഠിയിൽ നിങ്ങളുടെ ശരീരം നല്ലതാണോന്നും നിങ്ങൾക്ക് ഓക്കെ ആണോ, ബോഡി എല്ലാം കണ്ടീഷൻ എല്ലാം നല്ലതല്ലേ എന്നും ചോദിക്കും. അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കി. സോണിയാജി ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങളെന്താ വിചാരിക്കുന്നത് സോണിയാജി നല്ലപോലെ ഹിന്ദി സംസാരിക്കുന്ന ഒരാളെന്നാണോ? പക്ഷേ എപ്പോൾ അവര് ഹിന്ദിയിൽ സംസാരിക്കുന്നോ അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അവർ നമ്മുടെ നാട്ടിലെ ഭാഷ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ സന്തോഷം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സർ, എനിക്ക് ഈ കാര്യം അറിഞ്ഞത് ബീഹാറീസ് ചെക്കന്മാരുടെ അടുത്തുനിന്നായിരുന്നു. നാനാ പട്ടേക്കർ ബീഹാറീസിനെതിരായി സ്റ്റേറ്റ്മെന്റ് നൽകിയെന്ന്. ഇല്ല ഒരിക്കലും. സർ, താങ്കൾ ഒരു കാര്യം, ബീഹാർ നിങ്ങളുടെ മാത്രമല്ല എന്റെയും കൂടെയാണത്. സോ ബീഹാർ നിങ്ങൾ ഒരാൾക്ക് മാത്രം സ്വന്തമുള്ളതല്ല. താങ്കളുടെ വായ കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. താങ്ക് യു സർ. സോഷ്യൽ ഇഷ്യൂസിലെ എന്തൊക്കെ മൂവീസ് വരുന്നുണ്ടോ ആ മൂവിയുടെ ഓപ്പണിംഗ് നല്ലതായിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ റൊമാൻസ് മൂവിക്ക് കൊടുക്കുന്ന റെസ്പോൺസ് അതിന് കൊടുക്കാറില്ല. ഇതിന്റെ റീസൺ എന്താന്ന് പറയണമെങ്കിൽ ആ കാര്യത്തിനൊക്കെ നമ്മളല്ലേ റെസ്പോൺസിബിലിറ്റി എടുക്കണ്ടേ? നമ്മളാണ് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. കാര്യം പറയണമെങ്കിൽ ഇവിടെ സോഷ്യൽ ഫിലിംസ് ഒരിക്കലും വിജയിക്കത്തില്ല. പിന്നെ കമേഴ്ഷ്യൽ ഫിലിംസ് ഇവിടെ വളരെ നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ആവും. പാട്ടും കൂത്തും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന് നമ്മളതല്ലേ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്? അതെ, നമ്മളാണ് സർ. നമുക്കാണ് റെസ്പോൺസിബിലിറ്റി. സോ ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, പക്ഷെ നിങ്ങൾ എന്റെ അടുത്തോട്ട് ചോദിക്കാൻ പാടില്ല കേട്ടോ. ചില സമയങ്ങളിൽ താങ്കൾ താങ്കളുടെ സിനിമകൾ മുഖേന, കവിതകൾ മുഖേന പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അതായത് ഒരു സിനിമയിൽ താങ്കൾ പറഞ്ഞിരുന്നു സർക്കാരിന്റെ പക്കലുള്ള ഫയൽസ് ഒക്കെ ചവറ് പോലെ കിടക്കും, അത് വെള്ളം വരുമ്പോൾ അടിച്ചു പോകുന്നു. അമൂൽ പാലേക്കർ ഒരു സിനിമ എടുത്തായിരുന്നു, തോടാ സാ റൊമാലി ഹോജായേ. സോ അതിൽ വെള്ളം, ഒരാൾ പറയും വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് ഇവിടെ നിന്ന്. അയാൾ പറയും 5000 രൂപ കൊണ്ടുപോകാൻ ഞാൻ മഴ എടുത്തുകൊണ്ട് വരാമെന്ന്. സിംബോളിക്. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ ചോദിക്കും ശരിക്കുള്ള മഴയാണോന്ന്. അപ്പോൾ അദ്ദേഹം പറയും അതേ മോനെ ശരിക്കുള്ള മഴയാണതെന്ന്. वही बारिश जो आसमान से आती है, बूंदों में गाती है, पहाड़ों से फिसलती है, नदियों में चलती है, नहरों में मचलती है, कुएं पोखर से मिलती है, खपरेलों पर गिरती है, गलियों में फिरती है, मोड़ पर संभलती है, फिर आगे निकलती है. वही बारिश. ये बारिश अक्सर गीली होती है, इसे पानी भी कहते हैं. उर्दू में आप, मराठी में पानी, तमिल में तन्नी, कन्नड़ में नीर और बांग्ला में इसे जौल कहते हैं. संस्कृत में जिसे वारी, नीर, जीवन, पय, अमृत, उद, अम्बू भी कहते हैं. ग्रीक में इसे एक्वाप्यूरा, अंग्रेजी में वाटर, फ्रेंच में और केमिस्ट्री में H2O कहते हैं. ये पानी जब आँख से ढलता है तो आंसू कहलाता है, लेकिन चेहरे पे चढ़ जाए तो रुबाब बन जाता है. कोई शर्म से पानी पानी हो जाता है और कभी कभी ये पानी सरकारी फाइलों में अपने कुएं समेत चोरी हो जाता है. पानी तो पानी है, पानी जिंदगानी है. इसलिए जब रूह की नदी सूखी हो, मन का हिरन प्यासा हो, दिमाग में लगी हो आग और प्यार की गागर खाली हो, तब मैं हमेशा ये बारिश नाम का गीला पानी लेने की राय देता हूँ. मेरी मानिए तो ये बारिश खरीदी है, सस्ती सुंदर टिकाऊ बारिश, सिर्फ 5000 रुपये में. इससे कम में कोई दे तो चोर की सजा हो. मेरी आपकी जूती सिर पर मेरी बारिश खरीदी है.
ഞാൻ താങ്കളോട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. താങ്കളുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച്, ആക്ടിങ്ങിനെ കുറിച്ച്, താങ്കളുടെ ആക്ടിവിസത്തിനെ കുറിച്ച്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ അജയ് ഉപാധ്യായയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി നാനാ പടേക്കർ. അദ്ദേഹത്തിനോട് നമ്മൾ സിനിമയെക്കുറിച്ച് ചോദിച്ചു, കുട്ടിക്കാലത്തെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ദേഷ്യത്തെക്കുറിച്ചും ചോദിച്ചു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ചും ചോദിച്ചു. അദ്ദേഹം നമുക്ക് ഇക്കാലത്തെ ചെറുപ്പക്കാർ എങ്ങനെ നടക്കണം, എങ്ങനെ വഴികാട്ടിയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ജഡ്ജിയായ അജയ് ഉപാധ്യായയുടെ ജഡ്ജ്മെന്റ് നോക്കാം. നാനാ പടേക്കർ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു സ്ട്രോങ് മാനാണ്, ഒരു സ്ട്രോങ് ഹീറോയും കൂടി. ഒപ്പം എനിക്ക് തോന്നുന്നത് ആക്ടേഴ്സ് ക്യാരക്ടറായി ജീവിക്കാൻ ശ്രമിക്കും. പക്ഷേ നാനാ പടേക്കർ എന്ന അദ്ദേഹം ആ ക്യാരക്ടറിന് ഒന്നും കൂടി ജീവൻ നൽകാൻ ശ്രമിക്കും. സ്ക്രീൻ മുഴുവനും നിറഞ്ഞിരിക്കുമായിരിക്കും. റിയൽ ലൈഫിൽ ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ അദ്ദേഹമുള്ളത്, അതേപോലെയായിരിക്കും അദ്ദേഹം സിനിമയിലും. അദ്ദേഹം സ്ക്രീനിൽ ഏത് സിനിമയായാലും ഒരു സീനിൽ പോലും വെറുതെ ഇരിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, ഏത് ക്യാരക്ടറായാലും ശരി അതിൽ 100% ഇൻവോൾവ് ആകും. ഒരു ക്രിമിനലായി അഭിനയിച്ചാലും ശരി, ഒരു പോലീസ് ഓഫീസറെ അഭിനയിച്ചാലും ശരി, ഈ എല്ലാ ക്യാരക്ടേഴ്സും എമോഷൻ, ലവ്, ആങ്കർ, മനുഷ്യ ജീവിതത്തിൽ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ട് വളരെ കൂളായി ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന് ആരാധകന്മാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും വളരെ ഗൗരവത്തോടെ കുറ്റവിമുക്തനാക്കുന്നു. ഈ ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ നാനാ പടേക്കർ നല്ല നല്ല സിനിമകൾ വീണ്ടും ചെയ്യണം. ഇതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിക്കൊണ്ടേയിരിക്കണം. ഈ വിചാരണ ഇപ്പോൾ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.